ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിതൊരു എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ കറ്റാർവാഴ ജെല്ല്, തുളസി ഇല, പനിക്കൂർക്ക ഇല, കറിവേപ്പില, പിന്നെ ഇത് കീഴാർ നെല്ലി, നെല്ലിക്ക ഞാനിവിടെ ഉണക്കി പൊടിച്ചതാണ് നെല്ലിക്ക, കരിഞ്ജീരകം, നമ്മുടെ വെളിച്ചെണ്ണ ഒരു 1/2 കിലോ വരെ വെളിച്ചെണ്ണ. അതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെല്ലാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ കറ്റാർവാഴയും ഈ ചെമ്പരത്തിപ്പൂ, ഒരു പഴയ ചെമ്പരത്തിപ്പൂ, 5 തളുള്ള ചെമ്പരത്തിപ്പൂവ്, അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഈ പാനിലേക്ക് ചേർക്കാം. ആദ്യം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അടുപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1/2 കിലോ വെളിച്ചെണ്ണ. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ബാക്കിയെല്ലാം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ചേർക്കാം. കറ്റാർവാഴ നല്ല ജെല്ലാക്കി എടുത്തിട്ടുണ്ട്, മിക്സിയിൽ അടിച്ചിട്ട്. ഇത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഒഴിക്കാം. ഈ കറ്റാർവാഴയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഇവിടെ ഇപ്പം എല്ലാം ഇത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് എല്ലാം ഇതിൽ ചേർക്കുന്നത്. കൂടുതലും നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നെല്ലിക്ക വാങ്ങി അരിഞ്ഞിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ്. പിന്നെ കരിഞ്ജീരകം മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിയതായിട്ട്. ബാക്കിയെല്ലാം നമ്മുടെ പറമ്പിൽ. അത് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സവിശേഷത തന്നെയാണത്. ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ പൊടിച്ച് വരുന്നതും നമ്മൾ നട്ട് വളർത്തുന്നതും നല്ല നാച്ചുറലായിട്ടുള്ള ഒരു എണ്ണയാണിത്. തലമുടി വളരാനും പിന്നെ താരൻ പോകാനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും ആണ് നമ്മൾ ഈ നെല്ലിക്ക ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ജസ്റ്റ് അതൊന്നും ഫ്ലെയിം കുറച്ച് വെച്ചേക്കാം. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബാക്കി ജസ്റ്റ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇലകൾ കൈതോന്നിയും, പിന്നെ നമ്മുടെ പനിക്കൂർക്ക ഇല, തുളസി ഇല, ഒരു 3 തണ്ട് കറിവേപ്പില, കീഴാർ നെല്ലി, ചെമ്പരത്തിപ്പൂ. ഇത് ഒന്ന് ക്രഷ് ചെയ്ത് എണ്ണയിലേക്ക് ചേർക്കാം. നല്ല മണവും അത്ര തന്നെ ഗുണവുമുള്ള ഒരു വെളിച്ചെണ്ണ, നമുക്ക് കാച്ചി തേക്കാൻ പറ്റും നല്ലൊരു വെളിച്ചെണ്ണയാണിത്. കാച്ചിയ എണ്ണ ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇതിലോട്ട് ചേർക്കാം. ബാക്കി എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറ്റാർവാഴയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം. ഇതെല്ലാം നല്ല മൊരിഞ്ഞ് വരുമ്പോഴാണ് ശരിക്കും എണ്ണ കറക്റ്റ് പാകത്തിന് മൂത്ത ഒരു നമുക്ക്, എന്നിട്ട് വേണം ഇത് അടുപ്പ് ഓഫ് ചെയ്യാൻ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. ഈ ചതച്ച് ചേർത്തതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരും. കരിഞ്ജീരകവും നെല്ലിക്ക ഉണക്കി പൊടിച്ചത് നമുക്ക് കുറച്ച് ഇതൊരു 1/2 ഭാഗത്തിൽ കൂടുതൽ മൂത്ത് വരുമ്പോഴത്തേക്ക് കരിഞ്ജീരകം നെല്ലിക്ക ഉണക്കിയതും കൂടി ചേർത്ത് ഒന്നുകൂടെ കാച്ചിയെടുക്കാം. ഇതുപോലെ കാച്ചി തലയിൽ എണ്ണ തേച്ചാൽ തലമുടിക്ക് നല്ല തണുപ്പും, തലമുടി നല്ല ഇടതൂർന്ന് നല്ല വളരാനും താരൻ മാറാനും എല്ലാത്തിനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും വളരെ ഉപയോഗമുള്ള നല്ലൊരു എണ്ണയാണിത്.
നമ്മൾ വീട്ടാവശ്യത്തിന് നമുക്ക് കുറേശ്ശെ എണ്ണയിൽ തന്നെ കാച്ചിയെടുക്കാം. ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എണ്ണയെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ അതിരുന്ന് പിന്നെ എണ്ണ ഇരുന്ന് കനച്ച് പോകും, ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ ആവും. പഴകി പോകുമ്പോൾ എണ്ണയുടെ ആ ഒരു ഉപയോഗവും കുറയും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വീട്ടുകളപ്പഴം ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എണ്ണ കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ കാച്ചി വയ്ക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നെല്ലിക്ക ഉണക്കി പൊടിച്ചത് കൊണ്ട് കരിഞ്ജീരകം കൊണ്ട് ഇടാനായിട്ട് അതൊരു 3/4 ഭാഗം ഇതൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഇടാം. അപ്പോൾ നമുക്ക് ഈ എണ്ണയുടെ ഏകദേശം ഒരു 90% നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ഉണക്കി പൊടിച്ചതും കരിഞ്ജീരകം കൂടി ചേർക്കാം. അപ്പോൾ തന്നെ എണ്ണയുടെയും നല്ല മണവും കറ്റാർവാഴയും കൈതോന്നിയും തുളസിയിലയുടെയും പനിക്കൂർക്കയിലയുടെയും എല്ലാത്തിൻ്റെയും നല്ല മണം. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എണ്ണ കാച്ചുന്ന ഫാക്ടറി പോകുന്നതിൻ്റെ അത്രയും നല്ലൊരു മണമുണ്ട്. നല്ല മണമുണ്ട്, അതുപോലെ തന്നെ ഗുണമുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും മക്കൾക്ക് തലമുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തേച്ചാൽ മതി. താരനായാലും ശരി തന്നെ അല്പം കയ്യിലെടുത്തിട്ട് നല്ല വിരൽ വെച്ച് നന്നായിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്താൽ ശരിക്കും എണ്ണ നമുക്ക് തലയോട്ടിയിലങ്ങ് അബ്സോർബ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ താരനെല്ലാം പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇതിലേക്ക് ചെറിയൊരു 1.5 ടീസ്പൂൺ കരിഞ്ജീരകം ചേർക്കാം. കരിഞ്ജീരകം എല്ലാത്തിനും ഉപയോഗമുള്ളതാണ്. നമുക്ക് കഴിക്കാനായാലും കുടിക്കാൻ, വെള്ളം തിളപ്പിച്ച് കുടിക്കാനും, ഈ എണ്ണ കാച്ചുന്നതിനും. നെല്ലിക്ക പൊടിച്ചത് 2 സ്പൂൺ ചേർക്കാം. ഉണക്കി പൊടിച്ചെടുത്ത് നെല്ലിക്ക നന്നായിട്ട് 10 നെല്ലിക്ക ഉണക്കിയതേ ഉള്ളൂ, ജസ്റ്റ് ഇത് അത്രയും ചേർക്കാം. പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു. ഞാൻ കൊച്ചുമക്കൾക്ക് എണ്ണ കാച്ചുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ തിളപ്പിച്ചിട്ട് എടുക്കുന്ന എണ്ണയാണ്. അതാണ് കൊച്ചുമക്കൾക്ക് കാച്ചുന്നത്. ഇതിലൂടെ എൻ്റെ വലിയ മക്കൾക്കും ഞാനും ഒക്കെ ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് എണ്ണ കറക്റ്റ് പാകായെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതരിയായാലും മതി, ജസ്റ്റ് ഒന്ന് ഇടുമ്പോൾ തന്നെ അരി ഇങ്ങനെ പൊരിഞ്ഞ് നന്നായിട്ട് മേലോട്ട് ഇങ്ങനെ തിളച്ച് കയറി വരും. അപ്പോൾ കറക്റ്റ് പാകമാണ്. നമുക്ക് എണ്ണ ഉപയോഗിക്കാനായിട്ടുള്ള കറക്റ്റ് പാകമായിരുന്നു മനസ്സിലാവും. ഞാനെൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഒരുപാട് ലാഗായിപ്പോവും വീഡിയോ. അതുകൊണ്ടാണ് ഫസ്റ്റും സെക്കൻഡും ആക്കിയിട്ടിട്ടത്. ഇപ്പോൾ ശരിക്കും പാകമായി. ഇനി അരി ഇട്ട് നോക്കാം ഇതിലേക്ക്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, മട്ട അരിയോ പച്ചരിയോ എന്തരിയോ ബിരിയാണി അരി എന്തോ ഇട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് എണ്ണയിലേക്ക് ഇടാം. നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞ് കയറി വരുന്നത്. ഇത്രയും കിടക്കുന്നത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നന്നായിട്ട് മുരിഞ്ഞുകൊണ്ട് എണ്ണ കറക്റ്റ് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വെള്ളമൊന്നും വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. നല്ല തണുത്തതിന് ശേഷം അരിച്ച് ബോട്ടിലാക്കി വയ്ക്കാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. കാച്ചി വെച്ച എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ഇതിൻ്റെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ചേർത്ത എല്ലാ ഇലകളും ഇപ്പോൾ എല്ലാം നല്ലതായിട്ട് എണ്ണയുടെ അടി താഴ്ന്നിട്ടുണ്ട്.
ഇനി ഇതൊരു അരിപ്പിൽ വെച്ച് അരിച്ച് നമുക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. എണ്ണ കാച്ചിയത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല പ്യുവറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കാച്ചിയ എണ്ണയാണ്. ഇപ്പോൾ തലയിൽ തേച്ച് കുളിക്കാൻ വളരെ വളരെ നല്ലൊരു എണ്ണയാണിത്. അതിൻ്റെ കണ്ടൻ്റെല്ലാം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളതെല്ലാം. ഒന്നും കെമിക്കലായിട്ടില്ല, എല്ലാം നല്ല നമ്മുടെ കറക്റ്റ് നാച്ചുറലായിട്ടുള്ളതാണ് എല്ലാം. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തലയിൽ എണ്ണ കാച്ചി തേച്ച് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.